കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സാണ് നെറ്റ്വർക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെ ആണ് അത് നമ്മൾ ചെയ്തെടുക്കേണ്ടത്? നമ്മൾ 4-5 ആൾക്കാരെയൊക്കെ സ്പോൺസർ ചെയ്തിട്ട് ഈ ബിസിനസ് വളരുന്നോ എന്ന് നമ്മൾ നോക്കിയിരിക്കലല്ല. നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റുമുള്ള പരമാവധി ആൾക്കാരെ കോണ്ടാക്റ്റുകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ വളരുക, അവരോടൊപ്പം നമ്മൾ വളരുക എന്നതാണ്. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ടീമിൽ വളരെ കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന, വളരെയധികം നേട്ടങ്ങൾ നേടിയെടുത്ത് നല്ലൊരു ടീമിന് ഉടമയായിട്ടുള്ള ഒരു സൂപ്പർ ലീഡർ, അദ്ദേഹം ട്രഷറിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഉദ്യോഗസ്ഥനായിരിക്കെ തന്നെ പാർട്ട് ടൈം ആയിട്ട് ചെയ്തത് ധാരാളം നേട്ടങ്ങൾ ഈ ബിസിനസ് അവസരത്തിലൂടെ നേടിയെടുത്ത വ്യക്തിയാണ്. ഐ പ്രൗഡ്ലി ഇൻവൈറ്റ് Mr. Tulasidaran VK, our Senior Executive Director. Please give him a very good hand of applause. സാറെ തുടങ്ങിക്കോ. ഹലോ സാറിന് ഞാൻ സ്പോട്ട്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സാർ സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിക്കുകയാണ്. സ്ക്രീൻ ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ട്. ഓക്കെ സാർ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ മീറ്റിങ്ങിനെ വിളിച്ച മനോജ് സാറിന് ആദ്യമായിട്ട് ഒരു താങ്ക്സ് പറയുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പ്രോഗ്രാമിലേക്ക് കടക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഏത് തൊഴിൽ ചെയ്താലും വളരെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടുകൂടിയും വളരെ കമ്മിറ്റ്മെന്റ് ആയിട്ട് പോസിറ്റീവ് മൈൻഡായിട്ട് വേണം നമ്മൾ ഏത് ഒരു സംരംഭത്തെയും നേരിടാൻ. നമ്മളെ മോഡികെയർ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലും എല്ലാ ആളുകളും ആ രീതിയിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടതാണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ നാളായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ട് ധാരാളം സമ്പാദ്യങ്ങൾ നേടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദേശ ട്രിപ്പുകൾ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം മനസ്സ് വെച്ചാൽ വിജയിക്കുന്ന ഒരു വലിയ സംരംഭമാണ്. ഈ സംരംഭത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത്. അത്രയും മാത്രമാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഓഫ് ന്യൂ അഡ്വൈസേഴ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാം വളരെ കാലമായിട്ട് കാത്തിരുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് നമ്മുടെ ഇന്നത്തെ ഈ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. കുറച്ച് നാളായിട്ട് നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാം ഇല്ലായിരുന്നു. പക്ഷേ വീണ്ടും മനോജ് സാറ് ഈ പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ മെയിൻ ഹെഡിങ് തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഓഫ് ന്യൂ അഡ്വൈസേഴ്സ്. ഇതിന് ഒരുപാട് പര്യായ പദങ്ങളൊക്കെ ഉണ്ട് ഈ റിക്രൂട്ട്മെന്റിന് എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരുപാട് ജീവനക്കാരെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ്. ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അഭിമുഖം നടത്താൻ പറ്റുന്ന ഒരു സംവിധാനമാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്, നിയമനങ്ങൾ നടത്താൻ പറ്റുന്നതാണ്. അങ്ങനെ ജോലി ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് ഇതിനകത്ത് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ് നമ്മൾ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അത് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും 4 സ്റ്റെപ്പുകളാണ് നമുക്ക് കമ്പനി തന്നിരിക്കുക. ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് 1 ദിവസമോ 2 ദിവസമോ 1 മാസമോ ചെയ്ത് നിർത്തുന്നതല്ല, ത്രൂ ഔട്ട് ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ് സംവിധാനമാണ്. പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഈ സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം. ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ചാണെങ്കിൽ പറയാൻ കുറച്ച് സമയം എടുക്കുന്നതാണ്. പക്ഷെ അതിലേക്കൊന്നും ഞാൻ കടക്കാതെ നമ്മളെ സ്ലൈഡിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മളെ പ്രോഗ്രാം അവതരിപ്പിക്കാനാണ്
ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ പ്രധാനമായിട്ട് ഇതിന് 4 സ്റ്റെപ്പുകളാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ഹലോ ഹലോ പറഞ്ഞോളൂ സാർ. കേൾക്കാമോ സാർ? സാർ പറഞ്ഞോളൂ, കേൾക്കാം. സ്റ്റാർട്ട് പ്രോസ്പെക്ടിങ്. സ്റ്റാർട്ട് പ്രോസ്പെക്ടിങ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റാർട്ട് ഷോയിങ് ദ പ്ലാൻ, ഫോളോ അപ്പ് ആൻഡ് ക്ലോസിങ്, പിന്നെ ടീം ബിൽഡിംഗ് അല്ലേ, ഹെൽപ്പ് ദം ടു ബിൽഡ് ദം. അങ്ങനെ 4 പാർട്ടായിട്ടാണ് നമുക്ക് ഈ പ്രോഗ്രാം ഇന്നിവിടെ അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതില് പ്രോസ്പെക്ടിങ്, ഫസ്റ്റിലെ പ്രോസ്പെക്ടിങ്ങിനെ കുറിച്ച് ഞാൻ ചെറിയൊരു വിവരണം തരാം. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന രീതിയിൽ ഓരോന്നും വായിച്ച് അതിന്റെ അർത്ഥങ്ങളൊന്നും പറയാതെ ഞാൻ അതിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് അല്ലേ, ഡയറക്റ്റ് സെല്ലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ പ്രോസ്പെക്ടിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നോ അല്ല മറ്റുള്ള സേവനങ്ങളിൽ നിന്നോ പ്രയോജനം ലഭിക്കാൻ സാധ്യതയുള്ള ആളുകളുമായിട്ടുള്ള സംഭാഷണം ആരംഭിക്കുക എന്നതാണ് പ്രോസ്പെക്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടാണ്, ഇത് കൂടുതൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഈ പ്രോസ്പെക്ടിംഗ് എന്ന് പറയുന്നത്. ഇത് എന്തുമാത്രം നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നതോ അതനുസരിച്ചായിരിക്കും നമ്മുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ഇൻകം ഡെവലപ്പ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ പ്രോസ്പെക്ടിംഗ് സംവിധാനത്തിൽ കൂടെയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അത് വളരെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആളുകളുടെ അടുത്ത് പറയേണ്ടുന്ന കാര്യമാണ്. ഇത് ആരെയും നിർബന്ധിച്ചൊന്നും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. എല്ലാവരെയും കൊണ്ടുവന്ന് നമ്മൾ നിർബന്ധിച്ചും സമ്മതിപ്പിച്ചും അല്ല ഇതിനകത്ത് ജോയിൻ ചെയ്യിക്കേണ്ടത്. അതിന് ശരിയായ ആളുകളെ കണ്ടെത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. ശരിയായിട്ടുള്ള ആളുകൾ പലയിടത്തായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. പക്ഷെ അതിന് വളരെ സിമ്പിളായിട്ടുള്ള പല മെത്തേഡുകളും നമ്മളെ കമ്പനി അവലംബിച്ചിട്ടുണ്ട്. പല മെത്തേഡുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഒരു 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ആളുകൾ നിങ്ങളോടൊപ്പം ചേരുന്നതിന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ സമീപിക്കുമ്പോൾ ഒരുപാട് പ്രോബ്ലം ഉള്ള ആളുകൾ കാണും ഇല്ലേ, പിന്നെ ഒരുപാട് ഡ്രീംസ് ഉള്ളവർ കാണും, പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി തേടിയിരിക്കുന്ന കുറച്ച് ആളുകൾ കാണും. അപ്പൊ ഈ 3 തരത്തിലാണ് ആളുകളെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും പ്രാരാബ്ദങ്ങളുമായിട്ട് കഴിയുന്ന കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ ഡ്രീംസ്, സ്വപ്നങ്ങളുമായിട്ട് കഴിയുന്ന ഒരുപാട്, നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളുകൾക്ക് പറ്റിയ ഒരു മാർക്കറ്റിംഗ് സമ്പ്രദായം ആണ് നമ്മുടെ മോഡി കെയർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരുപാട് ആളുകളുടെ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ലൊരു വാഹനം മേടിക്കണം, നല്ലൊരു കെട്ടിടം ഉണ്ടാക്കണം, നല്ല യാത്രകൾ ചെയ്യണം, ബാങ്ക് ബാലൻസ് നന്നായിരിക്കണം, ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇരിക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മളെ സമൂഹത്തിൽ. അല്ലെങ്കിൽ അവസരം, ഓപ്പർച്യൂണിറ്റി കാത്തിരിക്കുന്ന ആളുകളുണ്ട് അല്ലേ. എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം, ആ ബിസിനസ്സിൽ കൂടെ എന്തെങ്കിലും സമ്പാദിക്കണം, ഇങ്ങനെ പല ചിന്തകൾ ഇരിക്കും. അങ്ങനെ ഈ 3 തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആരാണ് ശരിയായ വ്യക്തിയെന്ന് നമുക്കോ നിങ്ങൾക്കോ മുൻകൂട്ടി നിശ്ചയിക്കാനാകത്തില്ല. ആയതിനാൽ നമ്മൾക്ക് ആവശ്യമായ 3 ലിസ്റ്റുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്. എന്താണ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അത് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഞാൻ പുറകെ പറയാം. ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വാം ലിസ്റ്റാണ്. വാം ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന, നമ്മുടെ വാം സർക്കിളിലുള്ള നമുക്ക് അറിയാവുന്ന ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് ആളുകൾ ഉള്ള ഒരു ലിസ്റ്റാണ് വാം ലിസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്ന സോഷ്യൽ ലിസ്റ്റ് എന്നാണ്. എന്താണ് സോഷ്യൽ ലിസ്റ്റ്? ഓൺലൈൻ വഴിയും
മറ്റ് പല രീതിയിലും കണ്ടുമുട്ടാൻ കഴിയുന്ന ആൾക്കാർ, അത് ഓൺലൈൻ ലിസ്റ്റിൽ വരുന്നതാണ്. പിന്നെ ഒരു കോൾഡ് ലിസ്റ്റ് ഉണ്ട്. ആ കോൾഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുയോജ്യരായ ഉപഭോക്താക്കൾ ഈ മാർക്കറ്റിലേക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിലുള്ള താമസിക്കുന്ന ആൾക്കാര് അപരിചിതരായിട്ടുള്ളവരുണ്ടെങ്കിൽ ആ ആളുകളെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ലിസ്റ്റും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതാണ് നമ്മുടെ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഈ ലിസ്റ്റിലുള്ളവരെല്ലാം നമ്മൾ ദിനംപ്രതി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെ? ഫോൺ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അവരുമായിട്ട് ഈ ബിസിനസ് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുന്ന അവസരത്തിലാണ് നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ഈ പ്രോസ്പെക്റ്റിംഗ് സംവിധാനത്തിലുള്ള എനിക്ക് ചുരുക്കി പറയാനുള്ളത്. അടുത്തതായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഷോയിങ് ദ പ്ലാൻ. സ്റ്റാർട്ട് ഷോയിങ് ദ പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചോളം. നമ്മൾ ഈ ആളുകളുടെ ലിസ്റ്റെല്ലാം എടുക്കുകയും അതനുസരിച്ച് നമ്മൾ ആളുകളെ കോണ്ടാക്ട് ചെയ്യുകയും അപ്പോയിൻമെന്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്, ഇല്ലേ? ഈ ഷോയിങ് ദ പ്ലാനിന് വേണ്ടി ആളുകളുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു അപ്പോയിൻമെന്റ് സെലക്ട് ചെയ്തുകൊണ്ട് അവരിപ്പോൾ ഒരു ഉദ്ദേശം ഒരു 5 മണിക്ക് വരാൻ പറയുകയാണെങ്കിൽ നമ്മൾ 4:55 ആകുമ്പോഴത്തേക്ക് അവിടെ കോളിംഗ് ബെല്ല് അടിച്ചിരിക്കണം. അപ്പോൾ വളരെ പഞ്ച്വലായിരിക്കണം ആ കാര്യങ്ങളിലൊക്കെ. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ആ പ്ലാനെല്ലാം അവിടെ ഒന്ന് പ്രസന്റ് ചെയ്യണം. ഒരിക്കലുമല്ല, നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അവരുമായിട്ട് സൗഹൃദ സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് നമ്മളെ ബിസിനസ്സിലേക്ക് പതുക്കെ കടന്നു വരിക എന്നുള്ളതാണ്. അതാണ് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഷോയിങ് ദ പ്ലാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാൻ കാണിക്കുവാൻ തുടങ്ങുക അല്ലെങ്കിൽ ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അവർക്ക് സംശയം വരാത്ത രീതിയിൽ പ്രസന്റ് ചെയ്താലും സംശയങ്ങൾ വരും. അത് നമുക്ക് വീണ്ടും ദൂരീകരിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ ഷോയിങ് ദ പ്ലാൻ പറയാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ കഴിയുന്നതും നമ്മളെ ലീഡേഴ്സിനെയും കൂടെ കൊണ്ടുപോകണമെന്നാണ് നമ്മളെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ വളരെ മുമ്പേ പല ക്ലാസ്സുകളിലും പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ്, അല്ലേ? നമ്മൾ ഒറ്റയ്ക്കല്ല പോകേണ്ടത്. ഷോയിങ് ദ പ്ലാൻ പരിപാടി നടത്തുമ്പോൾ ആ രീതിയിൽ വേണം നമ്മളെ ലീഡേഴ്സിനും ഒക്കെ ആയിട്ട് പോകണം. എന്താണ് ഷോ ദ പ്ലാനിൽ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഡയറക്റ്റ് സെല്ലിങ്ങിൽ പ്ലാൻ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബിസിനസ് അവസരം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് കൊടുക്കുകയാണ് അവർക്ക്. അപ്പോൾ മാത്രമേ അവരെ നമുക്ക് കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇതിന്റെ കമ്മീഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പൻസേഷൻ പ്ലാൻ, അവർക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് 10 കാശ് സമ്പാദിക്കാം അല്ലെങ്കിൽ ധനം സമ്പാദിക്കാം എന്നിവ ഒരു വ്യക്തിക്ക് വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത്. വിശദമായിട്ട് വിശദീകരിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മറുപടി ലഭിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങളുടെ സീനിയർ ലീഡറുമാരുടെ സഹായത്തോടു കൂടിയേ പോകാവൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 100-ൽ പരം സഹായകരമായ സംഭാഷണങ്ങൾ ആരംഭിക്കാൻ നമുക്ക് ആ രംഗത്ത് പറ്റും. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ചില ലീഡേഴ്സ് ഉണ്ട്, എല്ലാം പഠിച്ചെന്നുള്ള ധാരണയിൽ ഒറ്റയ്ക്ക് പോയി ക്ലാസ് എടുക്കാനും പ്ലാൻ പറയാനും ഒക്കെ പോകുമ്പം ചില പാളിച്ചകൾ വരും. നമ്മളുടെ സംശയങ്ങൾക്ക് അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴത്തേക്ക് വിഷമം വരും. കാരണം തക്കതായ മറുപടി കൊടുത്തില്ലെങ്കിൽ നമ്മളെ ബിസിനസ് അവിടെ സ്റ്റക്കാവും. ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിലെ പ്രത്യേകം പറയുന്നത്, എപ്പോഴും ഒരു സീനിയർ ലീഡറുടെ സഹായത്തോട് പോയി കഴിഞ്ഞാൽ
നമുക്ക് വരുന്ന പാളിച്ചകൾ അദ്ദേഹം അവിടെ കൈകാര്യം ചെയ്തോളും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം പണ്ട് മുതൽ നമ്മൾ സീനിയേഴ്സുമായിട്ടാണ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോകുന്നത്. അങ്ങനെ പോകാത്തവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ലീഡേഴ്സുമായിട്ട് പോകണം എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് അറിയുന്ന ഈ ബിസിനസ് അവസരത്തിന് അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ പരിഹരിച്ചു കൊടുക്കാനാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് എപ്പോഴും സംസാരിക്കേണ്ടത്. അങ്ങനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. ആ സ്വപ്നങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് അവരൊക്കെ സാക്ഷാത്കരിച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവരെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇതിന്റെ വലിയ വലിയ സാധ്യതകളുണ്ട്. എന്തൊക്കെയാണ് ആ സാധ്യതകളെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ എന്നുള്ളതാണ് നമ്മളെ ഈ ഷോയിങ് ദ പ്ലാനിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. നമ്മളെ കമ്പനിയെ കുറിച്ചും നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവരെ വ്യക്തമാക്കി എടുക്കാനുണ്ട്. അതെല്ലാം വളരെ സമയമെടുത്തല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിനൊക്കെ നിശ്ചിതമായ ഒരു സമയത്തിനുള്ളിൽ ബോറടിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകണം. അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാൻ. പിന്നെ ഈ പ്ലാൻ പറയുമ്പോൾ കഴിവതും ആളുകൾ പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമായിരിക്കും. പ്ലാൻ പ്രസന്റേഷനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രക്രിയ പിന്തുടരണം. ഈ പ്രക്രിയ നിർത്താനുള്ളതല്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഇത് തുടർന്നാൽ മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഡെവലപ്മെന്റുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഡയറക്റ്റ് മെമ്പേഴ്സ് ആയിട്ട് ഒരു 10-20 പേരെ ഇതിനകത്ത് ചേർക്കുന്നു എന്ന് വിചാരിക്കാം. 10-20 അംഗങ്ങളെ നേരിട്ടുള്ള ഡയറക്റ്റ് മെമ്പേഴ്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു ടീം നിർമ്മിക്കുന്നു എന്ന് വിചാരിക്കൂ. അവരിൽ നിന്ന് നമുക്ക് നമ്മളോടൊപ്പം ഈ ബിസിനസ്സിൽ വളർത്താൻ പ്രതിജ്ഞാബദ്ധരായ ഏതാണ്ട് ഒരു 4 മുതൽ 6 വരെ ആളുകളെ നമുക്ക് കിട്ടും. യഥാർത്ഥ ലീഡർമാരായി നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് കമ്പനി പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് അത് മുന്നേറാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ ചുരുക്കി അതിന്റെ പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്. അടുത്തത് നമുക്ക് മൂന്നാമത് പറഞ്ഞ ഫോളോ അപ്പും ക്ലോസിങ്ങും ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഫോളോ അപ്പ് ആൻഡ് ക്ലോസിങ്. അല്ലേ, നമ്മൾ ഒരു മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹോം മീറ്റിംഗ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കണ്ട് കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന 2 കാര്യങ്ങളാണ് ഫോളോ അപ്പ് ആൻഡ് ക്ലോസിങ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് സെല്ലിങ്ങിൽ മിക്ക ആളുകളും വിൽപ്പനയാണ് കൂടുതലും നടത്തുന്നത്. അല്ലേ, വിൽപ്പന സംഭവിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഡയറക്റ്റ് സെല്ലിംഗ് നമുക്ക് നിലനിൽക്കുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഫോളോ അപ്പിലും ക്ലോസിങ്ങിലും എല്ലാം നമ്മൾ വളരെ ശ്രദ്ധാപൂർവമാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ പല ആളുകളും ആദ്യത്തെ മീറ്റിങ്ങുകളിലൊക്കെ വളരെ താല്പര്യത്തോടു കൂടി വരും, ഒന്ന് കേൾക്കുകയൊക്കെ ചെയ്യും. ഫോളോ അപ്പും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫോളോ അപ്പിലൂടെയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഓരോ തീരുമാനങ്ങളും മാറ്റിമറിക്കാൻ കഴിയുന്നതാണ് ആളുകളുടെ സംശയങ്ങൾ എന്ന് പറയുന്നത്. ഈ സംശയങ്ങളെയെല്ലാം നമുക്ക് ദൂരീകരിച്ച് മാറ്റിയെടുക്കാൻ കഴിയുന്ന 2 പ്രധാനപ്പെട്ട സംവിധാനങ്ങളാണ് ഫോളോ അപ്പ് ആൻഡ് ക്ലോസിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു വീട്ടിൽ ചെന്ന് ഒരു പ്ലാൻ പ്രസന്റേഷൻ നടത്തി കഴിഞ്ഞാൽ പ്ലാൻ എല്ലാം കേട്ടതിന് ശേഷം അവര് മനസ്സിൽ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. ആ കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് തക്കതായ മറുപടികൾ കൊടുത്തോണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവിടെ നമുക്ക് ക്ലോസ് ചെയ്യാൻ ഒക്കാതെ വരും. എന്താണ് അവരുടെ മോട്ടിവേഷൻ, പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടർ എന്താണ് എന്ന് നമ്മൾ ആ മീറ്റിങ്ങിന്റെ അവസാനം ചോദിച്ചറിയുന്നത് വളരെ നല്ലതാണ്. ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വ്യക്തമാക്കാൻ നമുക്ക് കഴിയും. ആ രീതിയിൽ നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം
അവരുടെ ക്ലോസിംഗ് ടൈമിൽ നമ്മൾ അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ അതിന് പരിഹാരം കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ തീർന്നു കഴിഞ്ഞാൽ, ചില ആളുകളുണ്ട് പ്രോഗ്രാം ഒക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ ചെയ്ത് അവസാനം വരുമ്പോഴത്തേക്ക് അവരുടെ മൈൻഡ് നമ്മളുടെ മൈൻഡിലേക്ക് വരുന്നില്ല എന്നെടുക്കുമ്പം ആദ്യം തൊട്ട് പറഞ്ഞതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. അത് നമ്മളെ ഈ ക്ലോസിംഗ് മെത്തേഡിന് തെറ്റാണ്. ആ രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ എപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ട് പുതിയ അഡ്വൈസർമാരെ നമ്മൾ കാണാൻ പോകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. പിന്നെ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം എല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം പറയുന്നത് ഒരു 24 മുതൽ 48 മണിക്കൂറിനകത്ത് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്തിരിക്കണമെന്നാണ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ധാരാളം നെഗറ്റീവ്സുകൾ വന്നു കയറും. ആ നെഗറ്റീവ്സുകൾ വന്നു കയറി കഴിഞ്ഞാൽ പിന്നെ അവർ ജന്മകാലം നമ്മളോട് സഹകരിച്ചു പോകാൻ വരത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അതാണ് ഈ ഫോളോ അപ്പ് ആൻഡ് ക്ലോസിങ്ങിൽ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളെ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട 2 കാര്യങ്ങളാണ് ഫോളോ അപ്പ് ആൻഡ് ക്ലോസിങ്. അത് വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അത് നടത്താൻ സാധിക്കും, ഇല്ലേ? ഇപ്പൊ കോൾ ചെയ്യാം, വാട്സാപ്പ് വഴി ചെയ്യാം, ഇല്ലേ? വാട്സാപ്പിലൂടെ നമുക്ക് ആളുകളെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. അവരോട് നേരിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ കഴിയും. ഇത് മാറ്റി മാറ്റി ഉപയോഗിക്കണം. ഈ മെത്തേഡുകളെല്ലാം നമ്മൾ എപ്പോഴും മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു തീരുമാനം എടുക്കുന്നതിൽ മുമ്പ് ഭൂരിഭാഗം ആളുകൾക്കും കുറഞ്ഞത് ഒരു 3 മുതൽ 5 തവണ വരെയെങ്കിലും നമ്മൾ കുറഞ്ഞതൊരു ഇടപെടലുകൾ നടത്തണം. അതാണ് ഈ കമ്പനിയുടെ ഈ സ്ലൈഡിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ചെയ്യുമ്പോൾ 3 5 ഒന്നുമല്ല, അതിൽ കൂടുതൽ ടച്ചസ് നമ്മൾ വരുത്താറുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഈ ടച്ചസുകൾ വരുത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ കയറി വരുന്നത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗിൽ കമ്പനി തന്നിരിക്കുന്നത്. അത് വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് കമ്പനി നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്നത്. അതാണ് അതിന്റെ പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഓടിച്ച് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്കൊക്കെ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തത് നമ്മൾ 4മത്തെന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ദം. മനോജ് സാർ, ഹലോ മനോജ് സാർ. കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോ. അടുത്ത ഹെൽപ്പ് ദം ടു ബിൽഡ് ദം, അല്ലേ? ബിൽഡ് ടീം. നമ്മളെ കൂടെ വരുന്ന ആളുകളെ നമ്മൾ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യണം, അവരെ ടീം എന്തുമാത്രം ബിൽഡ് ചെയ്യണം, അതാണ്. ടീം നിർമ്മിക്കാനും അവരെ സഹായിക്കണം, നമ്മൾ ധാരാളം ഹെൽപ്പ് ചെയ്യണം. ഇപ്പൊ പല ആളുകളും നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും. നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞായിരിക്കും നമ്മളെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ആദ്യത്തെ 1 മാസമോ 2 മാസമോ ഒക്കെ അവർ നല്ലതുപോലെ ബിസിനസ് ചെയ്യും. ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇനി അവരങ്ങ് പൊയ്ക്കോളും, കുഴപ്പമില്ല എന്ന് വിചാരിക്കും. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്, അല്ലേ? നമ്മളെ സീനിയർ ലീഡേഴ്സ് ചെയ്ത് നമ്മൾ കണ്ടുപഠിച്ച കാര്യങ്ങൾ നമ്മളെ കൂടെ വരുന്ന ആളുകൾക്ക് നമ്മൾ അങ്ങോട്ട് പകർന്നു കൊടുക്കുക, ഡ്യൂപ്ലിക്കേഷൻ ആണ്. അപ്പം ഈ വരുന്ന ആളുകൾക്ക് നമ്മൾ വേണ്ടുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കണം. എന്താണ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം, വ്യക്തമായിട്ട് കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് കൊടുക്കണം, കമ്പനിയുടെ ഇൻകം ഷെയറിംഗ് പ്ലാനിനെ കുറിച്ചുള്ള നോളജ് കൊടുക്കണം. അതുപോലെ നമ്മൾ സൂം മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യിക്കാനും റെഗുലറായിട്ട് വരുന്ന ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യിക്കാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ടീം ബിൽഡ് ചെയ്യാനും അവരെ സംരക്ഷിച്ച് നമ്മളെ കൂടെ നിർത്താനും പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മളെ കൂടെ വരുന്ന ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ ടീമിൽ പിന്തുടർന്ന് ഇങ്ങനെ പോകണം. അല്ലെങ്കിൽ നമ്മുടെ ടീമിലായാലും ഇത് പിന്തുടർന്നുകൊണ്ടേ ഇരിക്കണം. ഇത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്ന മെത്തേഡല്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഹെൽപ്പ് ദം ടു ബിൽഡ് ദം എന്ന് പറയുന്ന പ്രോസസ്സ്. അതൊരിക്കലും നിർത്താൻ പാടുള്ളതല്ല, പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 1 മുതൽ 3 വരെയുള്ള
ഘട്ടങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞതാണ്. ആ ഘട്ടങ്ങൾ നെറ്റ്വർക്ക് വളർത്താൻ ടീമിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രസന്റ് ചെയ്തത്. ആ 3 ഘട്ടങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അടുക്കും ചിട്ടയോടുകൂടി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രവർത്തിക്കുന്നവർ ചെയ്യണം. ഉറപ്പായിട്ടും ചെയ്താൽ മാത്രമേ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കമ്പനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻ മോഡികെയർ യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ് വർത്ത് എന്നാ പറയുന്നത്, അല്ലേ? നിങ്ങളുടെ നെറ്റ്വർക്കാണ് നിങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം എന്ന് പറയുന്നത്. നമ്മുടെ നെറ്റ്വർക്കാണ്. നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് എങ്ങനെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോവാം, എങ്ങനെ അവരെ നമ്മളെ കൂടെ നിർത്താം, എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാം, എന്തൊക്കെ സപ്പോർട്ടുകൾ കൊടുക്കാം, ഇവ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ കൂടെ വരുന്ന ആളുകൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കരുതലുകളും കൊടുത്ത് നിർത്തണം. ശരിയായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് അവർക്ക് കൊടുത്ത് നമ്മളെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ, അവരെയും ലീഡറാക്കി കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്നതിലും വലിയ രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഈ മോഡികെയർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിനുവേണ്ടിയുള്ള ഒരു വലിയ ട്രെയിനിങ് സംവിധാനമാണ് നമ്മൾ ഇപ്പോൾ ഒരു 10 ദിവസമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 10ാമത്തെ ദിവസമാണ്, അല്ലേ മനോജ് സാർ? അതെ, 9. 10ാമത്തെ ദിവസത്തെ ഈ ട്രെയിനിങ് ആണ്. ഞാൻ ഇതിന്റെ വളരെ ചുരുക്കി അതിന്റെ പോയിന്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇത് വിശാലമായിട്ട് പറയാൻ കുറച്ചുകൂടെ സമയമെടുത്താൽ വിശാലമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു പോകാം. പക്ഷെ നമ്മുടെ പ്രോഗ്രാമിനൊന്നും അത് വ്യക്തമാക്കി കൊണ്ടുപോകുക എന്നുള്ള മാത്രമാണ് നമ്മുടെ അജണ്ട. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചുരുക്കി നിങ്ങൾക്ക് അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആൾ ദ ബെസ്റ്റ്, എല്ലാവിധ ആശംസകളും പറയുന്നു. സാർ ഒന്ന് വീഡിയോയിൽ വന്നോളൂ സാർ. തുളസി സാർ ഒന്ന് വീഡിയോ ഓപ്പൺ ചെയ്തോ. തുളസി സാർ, സോ ഇന്നത്തെ പ്രോഗ്രാം വളരെ വളരെ മനോഹരമായിരുന്നു തുളസി സാർ. വളരെ നമുക്ക് ഒരു ട്രെയിനർ എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ നല്ല പ്രസന്റേഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. നമ്മളെ ലീഡേഴ്സ് ഓരോരുത്തരുടെയും പ്രസന്റേഷൻ ഓരോ ദിവസവും ചെയ്ത് വരുമ്പോഴത്തേക്ക് കാര്യം നമ്മൾ എന്താണോ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അത് ശരിയായ രീതിയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരെയും ലീഡേഴ്സ് ആക്കി മാറ്റുക, നിങ്ങൾ ഓരോരുത്തരെയും മോഡികെയറിന്റെ ലെജൻഡ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. തുടക്കമെല്ലാം സിമ്പിളാണ്. ഞാനും ആരും അല്ലായിരുന്നു ഈ ബിസിനസ്സിൽ തുടങ്ങുന്ന സമയത്ത്. എനിക്കൊരു ട്രെയിനിങ് അറിയത്തില്ല, എനിക്കൊരു പ്രോഡക്റ്റ് അറിഞ്ഞുകൂടാ, എനിക്കൊരു പ്ലാനും അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നിങ്ങളും അതുപോലെ തുടങ്ങുക. നിങ്ങൾ നാളെ ഇതിനൊക്കെ ഉപരിയാകും, വലിയ സക്സസ് ഉണ്ടാകും, നമ്മൾ വേറൊരാളാകും ഈ ട്രെയിനിങ്ങുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇനി എന്തെങ്കിലും പ്രോസ്പെക്റ്റിങ്ങിനൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം, ചോദിക്കാം. ആര്യ നാഗേന്ദ്രൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ദേവികുമാർ വെരി യൂസ്ഫുൾ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. കേട്ടോ തുളസി സാർ? രവീന്ദ്ര സാർ പറയുന്നുണ്ട് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. രവീന്ദ്ര സാർ മെസ്സേജസ് വന്നത് ഞാൻ വായിക്കായിരുന്നു. അപ്പം ഇനി വേറെ ലീഡേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ നമ്മൾ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് മൺഡേ ആണ്. മൺഡേ നമ്മൾ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം എൻഡാവും വെള്ളിയാഴ്ചയോടുകൂടി. അപ്പോഴത്തേക്ക് 12 സെക്ഷൻ ആവും. ഒരു ദിവസം ഒരു റിവ്യൂ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാനും കുറച്ച് ദിവസങ്ങളുണ്ടാവും. നിങ്ങളിത് ഫീൽഡിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടാവും. സോ വേറെ എന്തെങ്കിലും? ആർക്കും ഒന്നും പറയാനില്ല.
Okay then. All the best. Thank you, Tulasar. Thank you, leaders. Thank you, all participants. കാര്യം ജീവിതം ഒന്നേ ഉള്ളൂ. വളരെ നല്ലൊരു പ്രൂവൺ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. നിങ്ങളിത് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ ഫീൽഡിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. വളരെ വലിയ വിജയം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തർക്കും വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.